എൻ്റെ പേര് ശ്രീരാജനാണ്. ഞാൻ ഇവിടുത്തെ മേൽശാന്തിയാണ്. കുഞ്ഞിപ്പാട് താമസിക്കുന്നതാണ്. വീട്ടുപേര് മുത്തനാഴിക്കുന്നതാണ്. ഇവിടെ ഒരു 12 വർഷമായി മുമ്പ് ദേവപ്രശ്നം വെച്ച് നോക്കുകയും അപ്പോൾ നാഗരാജാവ്, നാഗേക്ഷി, നാഗേനി, നാഗേന്ദ്ര സ്വാമി എന്നിവരുടെ സാന്നിധ്യം കാണുകയും ചെയ്തു. അതായത് ജ്യോത്സ്യൻ അന്തിനാട് അനിൽകുമാർ സാറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ദേവപ്രശ്നം എടുക്കാൻ അനിൽകുമാർ സാറ് പറഞ്ഞിട്ട് തൃശ്ശൂർ ജയകൃഷ്ണ പണിക്കരാണ് വന്നത്. അപ്പോൾ കൃത്യമായിട്ട് ദേവപ്രശ്നത്തിൽ തെളിയുകയും ഉടനെ തന്നെ ഇത് സർപ്പത്തറ കെട്ടി പ്രതിഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ തന്ത്രി പൂഞ്ഞാറ് ശ്രീനിവാസൻ പോറ്റിയാണ്. പിന്നെ വർഷത്തിൽ പ്രതിഷ്ഠാവാർഷികത്താണ് അദ്ദേഹം വരുള്ളൂ. അദ്ദേഹം വരുമ്പോഴാണ് പന്തമെല്ലാം കൊടുത്തുള്ള പ്രത്യേക ആയില്യം പൂജയും കളവെഴുത്ത് പാട്ട് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഈയിടെയാണ് ഗന്ധർവസ്വാമിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞത്. അത് കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രതിഷ്ഠ നടക്കും. ഭക്തജനങ്ങളെല്ലാം നല്ല സഹകരിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നാഗരാജാവ് ഏറ്റവും ചൈതന്യമുള്ള ആണ്. ഏത് അസുഖം വന്നാലും, അതായത് ചൊറി, ചരങ്ങ എന്ന യോജിക്ക് വേണ്ടി മാറാത്ത രോഗങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് ഒത്തിരി പേര് വരും സുഖപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാറാവ്യാധികളൊക്കെ നാഗരാജാവ് മാറ്റും. സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകുന്ന തരുന്ന നാഗരാജാവാണ്. ഭക്തജനങ്ങളെല്ലാം കൂടെ വേണ്ടത് നല്ലോണം സഹകരിച്ചാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണമുണ്ട്. എല്ലാവരുടെയും ഭക്തജനങ്ങൾക്കും നന്ദി പറയുന്നു. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ ഈ സർപ്പത്തിൻ്റെ നട നമ്മൾ ചിങ്ങമാസം 1-ാം തീയതിയാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അപ്പം പണി തുടങ്ങി കുറച്ച് നാൾ ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് പ്രതിഷ്ഠ നടത്തിയ അന്നാണ് ഒരു മഹാ അത്ഭുതം നടന്നത്. അതായത് ഏകദേശം നമ്മുടെ ആ മരമില്ല അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ പണിതുകൊണ്ടാണ് പിന്നെ നമ്മുടെ അടുത്ത് ചെറിയൊരു വികൃതി ഒന്നരം ഉണ്ടായത്. അതുകൊണ്ടായത്. പക്ഷേ ഇവിടെ നമ്മളെ ഒരു നല്ല ഈ പഴയ ബിംബത്തേന്ന് കലശം അതേലോട്ട് ആവാഹിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നമ്മളിപ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അത് അവിടെ കണ്ടു. ഞാൻ 3-4 പ്രാവശ്യം കണ്ടു. പക്ഷെ എനിക്ക് ആരെയും പിടിച്ച് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. മറ്റുള്ളവർ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വൈകിട്ട് സെക്രട്ടറിയൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു, മനുവിനോടൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നെ ജീവിതത്തിന് എല്ലാ ആൾക്കാർക്കും തന്നെ സർപ്പത്തിൻ്റെ ഒരു ദോഷങ്ങൾ ഒരുപാട് മാറുന്നുണ്ട് ഇവിടെ പല ആൾക്കാർക്ക്.
ഇപ്പോൾ ആണെങ്കിലും ഇന്നിപ്പോൾ ആണെങ്കിലും ഞാനിപ്പോൾ അവിടെ നിന്ന് 3-4 പേര് നൂറുംപാലും പൂജയുടെയും ആയില്യം പൂജയുടെയൊക്കെ വഴിപാട് പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകം ഇവിടുത്തെ പൂജ എന്ന് പറഞ്ഞാൽ ഒരു ആയില്യം പൂജയോ നൂറുംപാലോ അല്ലെ മഞ്ഞപ്പൊടി അഭിഷേകമോ നടത്തും ആളെ വിളിച്ചിട്ടാണ് അവർ ശാന്തി വഴിപാട് ചെയ്യുന്നത്. അപ്പം അത്ര സമയം എടുത്താലും ആൾക്കാരെ വിളിച്ച് ഇപ്പം ആയില്യം പൂജയാണേലും നൂറുംപാലും ആണെങ്കിലും മഞ്ഞപ്പൊടി അഭിഷേകമാണേലും ഭാഗ്യസുക്താർച്ചനയാണേലും നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ശാന്തിയാണ്, അദ്ദേഹം നമ്മളെ വിളിച്ച് നടത്തിയാണ് പൂജ ചെയ്ത് അതിൻ്റെ പ്രസാദം കൊടുക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഗന്ധർവൻ്റെ അമ്പലം അത് അവിടുത്തെയാണ്. അതും നമ്മൾ പണിതപ്പം അതിനും ഇതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും ഈ അമ്പലം ഇപ്പം മാസത്തിലൊരു പൂജയല്ലേ, ഇത് മാസത്തിലൊരു പൂജ, ഇത് നിത്യപൂജ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മനസ്സ് തന്നെ അങ്ങനെ പറയുന്നു. ഞാനിവിടെ ആരുമില്ല, നമ്മൾ ഈ അമ്പലം പണിതെന്ന് മാത്രമേ ഉള്ളൂ. കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഈ അമ്പലം ഒരുപാട് പ്രസിദ്ധി ആർജിക്കും. പിന്നെ ഗന്ധർവൻ്റെ അമ്പലം അത് ഇല്ലല്ലോ എവിടെയെങ്കിലും. ഗന്ധർവനും ഒരു പ്രത്യേകതയുള്ള ഒരു ഗന്ധർവനാണ് അവിടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, എങ്ങനെ നമ്മളതിനെ ആരാധിക്കുന്നോ അതുപോലെ ഒരു തിരിച്ച് നമുക്കും കിട്ടുന്നതാണ്. ശിവാഭരണം ഘോരരൂപം പഞ്ച ഇന്ദ്രിയതാരകം ശിവാഭരണം ഘോരരൂപം പഞ്ച ഇന്ദ്രിയതാരകം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം നാഗനാഗം ആശ്രയേഹം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം ഇദ്ദേഹമാണ് നമുക്ക് നമ്മുടെ ഗന്ധർവൻ്റെ വിഗ്രഹം കൊണ്ടു തന്നത്, ഗന്ധർവൻ്റെയും ഗന്ധർവേച്ചിയുടെയും വിഗ്രഹം കൊണ്ടു തന്നത്. നമുക്കറിയാം ഈ സമയത്ത് തന്നെ നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പൂജയാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ആ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ അദ്ദേഹം കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നു. ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിവാഭരണം ഘോരരൂപം പഞ്ച ഇന്ദ്രിയതാരകം ശിവാഭരണം ഘോരരൂപം പഞ്ച ഇന്ദ്രിയതാരകം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം നാഗനാഗം ആശ്രയേഹം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ടം നാഗനാഗം ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം നാഗനാഗം നാഗനാഗം. നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ, എൻ്റെ ഓർമ്മയിൽ ഈ നാഗരാജാവിൻ്റെ കളവെഴുത്തും പാട്ടും നടത്തിക്കൊണ്ടിരുന്ന തറവാടായ ഉണ്ണിമാക്കൽ വെച്ചായിരുന്നു. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വന്ന് അതിൽ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെ അന്നേ ദിവസം ചെറുതായിട്ടൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ നാഗരാജാവിൻ്റെ. ഒപ്പം ഇവിടെ അന്നേ ദിവസം വന്ന് ഇവിടെ വിളക്ക് വയ്ക്കുക മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചില ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേനും നാഗരാജാവിൻ്റെ കോപം കൊണ്ടാണ് ഇമാതിരിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയും. പിന്നെ ആ പ്രശ്നവിധിയിലൂടെ നാഗരാജാവിനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറയുകയും ഒപ്പം തന്നെ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ആലോചിച്ച് ചെറിയ രീതിയിൽ ആദ്യം ഒരു തറയൊക്കെ കിട്ടി ഇങ്ങനെ ആരാധിക്കുകയും ഒപ്പം അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് നാഗരാജാവിൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം പണിത് ഈ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ നാഗരാജാവിനെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഇതുവരെ കൈവിട്ടിട്ടില്ല. കാരണം രോഗങ്ങൾ വന്നവരുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർപ്പസംബന്ധമായിട്ട് സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന ഈ കാലിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതെല്ലാം പരിച്ഛേദം മാറിക്കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മഹാ അത്ഭുതങ്ങൾ നാഗരാജാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഗന്ധർവ രാജാവിൻ്റെ കാര്യം പറഞ്ഞാലും ഗന്ധർവ ഭഗവാൻ ഇവിടെ എന്നും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നൊരു സ്ഥിതിയിലായിരുന്നു. ആ സ്ഥിതി മാറണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂട്ടായിട്ട് ആലോചിച്ച് ഒപ്പം തന്നെ ഈ നിലയിൽ ആ ക്ഷേത്രം പണിയാൻ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ
നാഗരാജാവിൻ്റെ അടുത്തും ഗന്ധർവഭഗവാന്റെ അടുത്തും വന്ന് കാര്യങ്ങൾ ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ആയില്യം നാളിലാണ് ഇവിടെ നാഗരാജ ക്ഷേത്രത്തിൽ ഗന്ധർവ പൂജയും നാഗരാജാവിൻ്റെ പൂജയും നടക്കുന്നത്. എല്ലാ വർഷവും മീനമാസം രേവതി നാളിലാണ് ഉത്സവം നടത്തുന്നത്. നാഗനാഗം 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 ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം. പാതാളം സ്വർഗമധ്യം ത്രൈലോകവാസിനം പാതാളം സ്വർഗമധ്യം ത്രൈലോകവാസിനം ക്ഷേത്രപാലഭുജംഗേശം നാഗനാഗം ആശ്രയേഹം ക്ഷേത്രപാലഭുജംഗേശം നാഗനാഗം ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം. വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ da